പുതുതലമുറയ്ക്ക് രാമായണ പാരായണം വെറുമൊരു വഴിപാടല്ല, ഭക്തിയോടും അർത്ഥമറിഞ്ഞും നെഞ്ചിലേറ്റേണ്ട സത്സംസ്കാരമാണെന്ന് തെളിയിക്കുകയാണ് ഒരു കൂട്ടം കുട്ടികളും യുവാക്കളും. രാമായണ മാസം ആരംഭിക്കുന്നതിന് ആഴ്ചകൾക്ക് മുന്നേ തന്നെ ഇലഞ്ഞിയിലെ കുട്ടികൾ പാരായണ പരിശീലനത്തിൽ മുഴുകിക്കഴിഞ്ഞു. അക്ഷരം തെറ്റുകൂടാതെ നമ്മൾ ക്രമത്തിൽ വായിച്ചാൽ ഇതിന് അതേ ഈണം തന്നെ കിട്ടും. നവമിയല്ലോ തിഥി നക്ഷത്രാധിപരോടുകൂടവേ ബൃഹസ്പതി. ടെലിവിഷനിലും യൂട്യൂബിലും ക്ഷേത്രങ്ങളിലെ ഉച്ചഭാഷിണികളിലും മാത്രം കേട്ടുപരിചയിച്ച രാമായണശീലുകൾ നേരിട്ട് പഠിച്ചെടുക്കണമെന്ന ആഗ്രഹമാണ് ഈ കൊച്ചുമിടുക്കരെ ഒന്നിപ്പിച്ചത്. 2019 ഈ വേറിട്ട കൂട്ടായ്മയ്ക്ക് ഇലഞ്ഞിയിൽ തുടക്കമിട്ടു. അന്ന് 13 പേരടങ്ങുന്ന സംഘവുമായാണ് പാരായണ പരിശീലനം ആരംഭിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിൽ കുട്ടികളിൽ പലരും ഉപരിപഠനത്തിനും ജോലിക്കുമായി അന്യസംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ചേക്കേറിയെങ്കിലും ഒട്ടും ആവേശം ചോരാതെ പുതിയ കുട്ടികൾ ഈ പാതയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. ഞാൻ രാമായണം വായിക്കാൻ പഠിച്ചത് ഇവിടെ നിന്നാണ്. എനിക്ക് അത്യാവശ്യം എപ്പോഴും വായിക്കാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷം. പിള്ളേർക്കിത് പഠിക്കാനൊക്കെ രീതിയിൽ ചന്ദ്രൻ ചൊല്ലിക്കൊടുത്തതും എടുത്തതുമൊക്കെ പിള്ളേർക്കൊരു ഉപകാരമായി തോന്നി. ഇനി മുമ്പോട്ട് രാമായണം വായിക്കാൻ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചന്ദ്രചേട്ടൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം തോന്നി. അങ്ങനെ ഓരോ ദിവസം ഓരോ വീടുകളിൽ ഇങ്ങനെ രാമായണം വായിച്ച് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത്. ഹിന്ദു ഐക്യവേദിയുടെ മുൻ താലൂക്ക് രക്ഷാധികാരി വി ചന്ദ്രാചാര്യ, തുരുത്തിൽ തങ്കപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 7 വർഷമായി ഈ പരിശീലനം തടസ്സമില്ലാതെ മുന്നോട്ടു പോകുന്നത്. കർക്കിടക മാസത്തില് 31 ദിവസവും എല്ലാവരും ഓരോ വീട് മാറി മാറി ഓരോ ദിവസവും പോയി അവിടെ രാമായണം പാരായണം ചെയ്യും, സന്ധ്യാനാമജപം, കാരണവന്മാരോടുള്ള ബഹുമാനം, ആദരവ് എല്ലാം ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് ഇപ്പോഴും ഹിന്ദുധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആ ജൈത്രയാത്ര തുടരുകയാണ്. തന്നെ പാതാള ലോകത്ത് വേഗേന കൊണ്ടുചെന്നാക്കി ആര്? ഭഗീരഥൻ. ആകാശഗംഗയെ പാതാള ലോക സൈബർ ലോകത്തെ കാഴ്ചകളിൽ മാത്രം മുഴുകുന്ന പുതുതലമുറയിൽ ദൃശ്യമാകുന്ന ഈ ശുഭകരമായ മാറ്റം സന്ദേശമായി മറ്റുള്ളവരിലേക്ക് കൂടി എത്തണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആഗ്രഹം. ജനം, കൊച്ചി.